രുദ്രാക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ കുരുവാണ്. ഞാൻ അങ്ങനെ തന്നെ എടുത്ത് പറയേണ്ടി വരിക. പലർക്കും അതിനെക്കുറിച്ച് പോലും ധാരണയില്ല. ഒരു മരത്തിൻ്റെ രുദ്രാക്ഷ വൃക്ഷത്തിൻ്റെ ഫലമാണ് രുദ്രാക്ഷം എന്ന് പറഞ്ഞ് നമുക്ക് മാലയാക്കാനൊക്കെ വേണ്ടിയിട്ട് കയ്യിൽ കിട്ടുന്നത്. അതൊരു ഫ്ലൂറസെൻ്റ് ബ്ലൂ കളറിലുള്ള ഒരു ഫ്രൂട്ട്. ആ ഫ്രൂട്ട് ചന്ദ്രികാ സോപ്പ് പോലെ അലിഞ്ഞ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് കഴുകി കളഞ്ഞ് ഫ്രൂട്ട് നമുക്ക് ഉപയോഗമില്ല. അത് കഴുകി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ വിത്ത്, നെല്ലിക്കയുടെ കുരു പോലെയുള്ള ആ വിത്ത് ആണ് നമ്മൾ രുദ്രാക്ഷ കായായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ അതൊരു ബീജമാണ്. ഇനി വേറൊരു മരം മുളച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബീജമാണ്. മറ്റേതൊരു വൃക്ഷത്തിൽ നിന്നും വേറെ ഏതൊരു ബീജത്തിൽ നിന്നും നമുക്കൊരു പ്രത്യേകതയായിട്ട് അതിൽ ഒരുപാട് നമ്മൾ ശ്രദ്ധിച്ചു പോയിട്ടില്ല. എന്നാൽ പോലും നമുക്കൊരു പ്രത്യേകതയായിട്ട് പറയാവുന്നത്, ഒരു തക്കാളി എടുത്താൽ അതിൻ്റെ ഉള്ളിൽ എത്ര ബീജം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒരു നെല്ലിക്ക എടുത്തു കഴിഞ്ഞാൽ അതിലാകെ ഒരു കുരു ഉള്ളതായിട്ട് നമുക്കറിയാം. ആ കുരു മുളയ്ക്കണതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വഴുതനങ്ങ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ എത്രയോ വിത്തുകളുണ്ട്. ഒരു മുളകിനകത്ത് എത്രയോ വിത്തുകളുണ്ട്. അതേ കണക്ക് ഈ രുദ്രാക്ഷത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതിനൊരു ഐഡൻറ്റിറ്റി നമ്മൾ കൊടുക്കുന്നത്, ഇത് എന്ത് തരം രുദ്രാക്ഷമാണെന്നൊരു ചോദ്യം നമുക്ക് മുമ്പിൽ വയ്ക്കാൻ പറ്റും. ഇത് എന്ത് തരം തക്കാളിയാണെന്ന് നമ്മൾ ചോദിക്കില്ല. അതിൻ്റെ ബ്രീഡ് അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ അല്ലേ. ഇത് രുദ്രാക്ഷത്തിൻ്റെ വിത്ത് നമുക്ക് ധരിക്കാൻ പാകത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, സെഗ്രിഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ബീജത്തിൻ്റെ എണ്ണത്തിനെ ആസ്പദമാക്കിയിട്ടാണ്. അതിനാണ് നമ്മൾ ഓരോ വിത്ത് മാത്രമുള്ള കായ നമുക്ക് കിട്ടിയാൽ അതിനെ ഏകമുഖ രുദ്രാക്ഷം എന്ന് വിളിക്കും. ഒരു കായൻ്റെ ഉള്ളിൽ 2 വിത്തിനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ദ്വിമുഖ രുദ്രാക്ഷം എന്ന് വിളിക്കും. അങ്ങനെ 3 വിത്തുള്ള ഒരു കായ കിട്ടിയാലോ അതിനെ 3 മുഖ രുദ്രാക്ഷം എന്ന് വിളിക്കും. നമ്മുടെ പുസ്തകങ്ങൾ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഒരു മുഖം മുതൽ 38 മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഏത് കായം വിത്താണ്, ഇതിലിപ്പോൾ കായെല്ലാം വിത്താണ്. അതിലൊരു മുളയെ പൊട്ടി വരുള്ളൂ, അതിൽ നിന്ന് ഒരു വൃക്ഷം ഉണ്ടായി വരുള്ളൂ. എങ്കിൽ പോലും അത് രണ്ടും രണ്ടായിട്ട് നമുക്ക് ഉപയോഗമുണ്ട്. ഒന്ന് വിത്ത് മുളപ്പിച്ച് മരമാക്കി മാറ്റാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ബീജം, നെല്ല് നമ്മൾ ഊണ് കഴിക്കാനായിട്ട് അരി എടുക്കുന്നത് പോലെ ഈ രുദ്രാക്ഷം എന്ന് പറയുന്ന വിത്തിന് നമുക്ക് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. അത് നമുക്ക് ശരീരത്തിൽ മാലയാക്കിയോ ഒറ്റയ്ക്ക് ഒരെണ്ണമായിട്ടോ ഒക്കെ ധരിക്കാനുള്ളതാണ്. അപ്പം നമ്മുടെ ശാസ്ത്രങ്ങളുടെ, നമ്മുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്ക് ഒരു മുഖമുള്ളത് മുതൽ 38 മുഖമുള്ളത് വരെ വ്യത്യസ്തങ്ങളായ മുഖങ്ങളുള്ള രുദ്രാക്ഷ കായകൾ ഒരേ മരത്തിൽ തന്നെ, ഒരുപക്ഷെ ഒരു കൊലയിൽ തന്നെ അതുണ്ടാവും എന്നാണ് കാണുന്നത്. പ്രായോഗികമായിട്ട് നമ്മൾ കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലും ചിലയിടത്തൊക്കെ രുദ്രാക്ഷ മരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിലുണ്ടാവുന്നത് ഒരു കൊലയിൽ നിറയെ 10-40 കായകൾ ഒരു കൊലയിൽ പിടിക്കുകയാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 5 മുഖം ഉണ്ടാവുക സ്വാഭാവികം. 5 മുഖമാണ് 99% ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ പഞ്ചമുഖ രുദ്രാക്ഷം എന്ന് പറയുന്നതിന് ഇത്ര പോപ്പുലാരിറ്റി കിട്ടിയത്. അതിൻ്റെ കൂടെ 4 മുഖമുള്ളത് ഉണ്ടാവാറുണ്ട്. ചില സമയം 8 മുഖമുള്ളത് കിട്ടിയിട്ടുണ്ട്, ഒരെണ്ണമൊക്കെ 7 മുഖമുള്ളത് കിട്ടിയിട്ടുണ്ട്. വളരെ റെയറാണ്. 5 മുഖമാണ് കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ, ഇന്ത്യയിൽ പോലും, ഇന്ത്യയുടെ ഹിമാലയ ഭാഗങ്ങളിൽ പോലും ഉണ്ടാകുമ്പോൾ നമുക്ക് 5 മുഖമാണ് ഭൂരിഭാഗം ഉണ്ടാവുക. അപ്പോൾ നേപ്പാളിലെ കാടുകളിൽ ആവുമ്പോൾ ഇതല്ല സ്ഥിതി. അവിടെയും 5 മുഖമാണ് ഭൂരിഭാഗം ഉണ്ടാവുക. അവിടെ നമുക്ക് ഏതാണ്ട് ഒരു 22 മുഖം വരെ ഉള്ളത് റെഗുലറായിട്ട് കിട്ടുന്നതായിട്ട് കാണാം. വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏകമുഖ രുദ്രാക്ഷം കാണാതായിട്ട് ചുരുങ്ങിയത് ഒരു 2000 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. കാരണം ഓരോ ഈ പറഞ്ഞ രുദ്രാക്ഷ കായക്കും വിത്തിനും അതിനെ മെയിൻ്റനൻസ് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ 1000 വർഷം ആയുസ്സുണ്ട് എന്നാണ് പുസ്തകങ്ങളെല്ലാം പറയുന്നത്. ആ 1000 വർഷം ആയുസ്സുള്ള കായകൾ ഏകമുഖ രുദ്രാക്ഷത്തിൻ്റേത് പണ്ടെങ്ങാനും ആരെങ്കിലും ഉപയോഗിച്ച് സമാധിയായി പോയ സന്യാസിമാരുടേത് ലഭിക്കുമോ, കാണാൻ പറ്റുമോ, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗവേഷകന്മാർ ഭാരതത്തിലുള്ള എല്ലാ ആശ്രമങ്ങളിലും പരിധി നോക്കിയത്രേ. യഥാർത്ഥ ഏകമുഖ രുദ്രാക്ഷത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പോലും കിട്ടിയിട്ടില്ല ഇത്ര കാലമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ കണക്ക് നോക്കി പറയാൻ നമുക്കൊരു 10,000, 1500, 2000 കൊല്ലമായിട്ട് ഏകമുഖ രുദ്രാക്ഷം പ്രകൃതിയിൽ ലഭ്യമായിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അതേപോലെ തന്നെ 2 മുഖം വളരെ റെയറാണ്. 3, 4, 5 അതൊക്കെ ഇങ്ങനെ കിട്ടും. 5 ആണല്ലോ ഏറ്റവും കൂടുതൽ കിട്ടുക. ഉരുണ്ട തരത്തിലുള്ളത് 5 മുഖവും 4 മുഖവും 6ഉം 7ഉം മുഖങ്ങളാണ് ഉരുണ്ട തരത്തിൽ കിട്ടുക. 2 മുഖത്തിന് ഒരു അട പോലെ ഉണ്ടാവുക, ചെറിയൊരു അടപരുവത്തിൽ നമ്മൾ പറയില്ലേ. 3 മുഖ രുദ്രാക്ഷം ട്രയാങ്കിൾ ഷേപ്പിലുണ്ടാവുക. ഏകമുഖ രുദ്രാക്ഷം എങ്ങനെ ഉണ്ടാവുക എന്നറിയില്ല, നമ്മളാരും കണ്ടിട്ടില്ല. അത് കണക്ക് ആ സ്പേസാണ്, നമ്മളാരും കണ്ടിട്ടില്ലാത്ത സ്പേസാണ് പലരും വ്യാജനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. 8 മുഖം മുതൽ അതിൻ്റെ ഷേപ്പ് പതുക്കെ ഈ സീഡിൻ്റെ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഓവൽ ഷേപ്പിലേക്ക് മാറാൻ തുടങ്ങും. 9 മുഖമാകുമ്പോൾ കുറച്ചും കൂടി നീണ്ടു ഉരുണ്ടതുപോലെ വരും. 12 മുഖത്തിലേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ വിരിഞ്ഞ് വരും. അങ്ങനെ 22 മുഖം വരെ ഉള്ളത് റെഗുലറായിട്ട് കിട്ടുന്നുണ്ട്. വല്ലപ്പോഴും ഒക്കെ അതിൻ്റെ മുകളിലേക്കുള്ളത് 29 മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. 32 മുഖത്തിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. 21 മുഖമൊക്കെ ഞാൻ കയ്യിലെടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട് ധാരാളമായിട്ട്. ഇതാണ് ഏകദേശം നമുക്ക് രുദ്രാക്ഷം എന്ന് പറയുന്നതിനെ പറ്റി. എന്താണ് രുദ്രാക്ഷം എന്ന് ചോദിച്ചാൽ
അതിനുള്ളൊരു മറുപടി.